മ്യാൻമർ ഭൂകമ്പത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിശക്തമായ ഭൂകമ്പമാണ് അനുഭവപ്പെട്ടത്. ദുരന്തത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ നിലംപതിച്ചു. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രതയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ. പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഭൂകമ്പം മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് വ്യക്തമാക്കുന്നത്. മ്യാൻമറിൽ മാത്രമല്ല, ഭൂകമ്പത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ തായ്ലൻഡിലും അനുഭവപ്പെട്ടു. തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിലെ ചതുപക്കിൽ നിർമ്മാണത്തിലിരുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്നു വീണു. 30 നില കെട്ടിടമാണ് തകർന്നു വീണത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 80 പേർ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതിൻ്റെ അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഭീതിപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യം. ബാങ്കോക്കിൽ സ്കൈ ട്രെയിൻ ആടിയുലയുന്നതിൻ്റെയും കെട്ടിടങ്ങളിൽ വിള്ളലുകൾ വീണതിൻ്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നു. ഭൂകമ്പത്തെ തുടർന്ന് ബാങ്കോക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബഹുനില കെട്ടിടങ്ങൾക്ക് മുകളിലെ പൂളുകളിൽ നിന്ന് വെള്ളം ആടിയുലഞ്ഞ് താഴേക്ക് വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയുടെ കണക്ക് പ്രകാരം മ്യാൻമറിലെ മാൻഡലയിൽ നിന്ന് 17.2 കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം. തായ്ലൻഡിൽ സുനാമി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ അധികൃതർ അതീവ ജാഗ്രതയിലാണ്. ഇന്ത്യയിലെ ആൻഡമാൻസിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകൾ ഏറെ നിർണായകമാണെന്നും അധികൃതർ അറിയിച്ചു. മ്യാൻമർ ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനം ബംഗ്ലാദേശിലും ഇന്ത്യയിലും ചൈനയിലും അനുഭവപ്പെട്ടു. ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മേഘാലയയിലും തീവ്രത 4 രേഖപ്പെടുത്തിയ ചലനം അനുഭവപ്പെട്ടു. വെള്ളിയാഴ്ച ഉച്ചയോടെ മ്യാൻമറിലെ മാൻഡലയിലാണ് 7.7 തീവ്രതയുള്ള അതിശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടത്. പിന്നീട് 12 മിനിറ്റിന് ശേഷം 6.4 തീവ്രതയുള്ള ഭൂകമ്പവും മേഖലയെ പിടിച്ചുകുലുക്കി. മ്യാൻമറിലെ സഗയിങ് പ്രദേശത്താണ് രണ്ടാമത്തെ ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഭൂകമ്പത്തിൻ്റെ തീവ്രത വെച്ച് നോക്കുമ്പോൾ മരണസംഖ്യ വളരെയധികം ഉയർന്നേക്കുമെന്നാണ് സൂചന. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കെട്ടിടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.赶快去见面，老总。